ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മെക്നോൺ. അപ്പോ നമ്മളിത് നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിച്ചതിന് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും കഴിയുന്നുണ്ട് കേട്ടോ. ഞാൻ കുറെ കുട്ടികളെ ചോദിച്ചപ്പോൾ ക്ലാസ് ഭയങ്കര ലെങ്ത് ആയി പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ മാക്സിമം ക്ലാസ് നേരത്തെ അവസാനിപ്പിക്കാൻ നോക്കും. നമ്മൾ 5 ആണ് പറഞ്ഞത്. നമ്മൾ മാക്സിമം ക്ലാസ് നേരത്തെ അവസാനിപ്പിക്കാൻ നോക്കും. ഓക്കെ. അപ്പോ ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു സോറി അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കിറ്റ് ഇങ്ങനെ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൊറിയർ സർവീസിന്റെ ഭാഗത്ത് ചെറിയൊരു ഇഷ്യൂ വന്നിട്ട് അവിടെ അങ്ങനെ കുറെ ഡിലേ ഉണ്ടായി. എന്തായാലും ഞങ്ങൾ സാധനം എത്തിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാരുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് പകുതിയോളം ആൾക്കാരുടെ വീട്ടിൽ കിറ്റ് എത്തിച്ചു. ഇനിയിപ്പോ പകുതി ആൾക്കാരില്ല. ഓക്കെ, അപ്പോ പിന്നെ പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മെക് എ ഐ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും. ആ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ആർഡിനോനെ പറ്റിയിട്ടും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും റോബോട്ടിക്സിനെ പറ്റി IoT AI പറ്റിയിട്ടുള്ള എല്ലാ തരം ഡൗട്ടും നിങ്ങൾക്ക് അവിടെ പോയി ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിംഗ് സർവീസിൽ ചെറിയ ഡിലേ ഉണ്ട്. ഓക്കെ, അപ്പോ കുറെ നേരം ആരും അത് യൂസ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഡിലേ ഓഫ് ആവും. സോറി, ആ സർവീസ് ഓഫ് ആവും. പിന്നെ ഒരാളെ എൻ്റർ ചെയ്താൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. അപ്പൊ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു ലാഗ് അനുഭവപ്പെടും. ഓക്കെ, ലാഗ് പറയുമ്പോൾ ഒരു ലോഡിംഗ് സ്ക്രീൻ വരും. അതൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ AI ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ കറന്റ് ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ChatGPT ആണ്. നമ്മുടെ ലോക്കലായിട്ടുള്ള ഒരു ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയം എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ChatGPT ആയിട്ട് കറന്റ് ടെമ്പററി ആയിട്ട് ഞങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ക്ലാസ്സിനിടയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം അവിടുന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, പിന്നെ പറഞ്ഞാൽ നമ്മളിന്ന് ക്ലാസ് വെച്ചിട്ടുള്ള എന്താ വെച്ചാൽ നമ്മൾ ആർഡിനോ, അതേപോലെ റാസ്ബെറി പൈ, നമ്മൾ AI ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സാധനം, അതുപോലെ ESP8266. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് IoT മൊഡ്യൂളാണ്. നമ്മൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യാനാണ്. ഇത് നിങ്ങളുടെ കിറ്റിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ മാക്സിമം എല്ലാവരും ഈ കിറ്റ് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം എത്തിക്കാൻ നോക്കാം. ഓക്കെ, നമ്മള് അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾ എത്തിച്ചു. ഓക്കെ, എന്താന്ന് വെച്ചാ നീന്തൽ അറിയണമെങ്കിൽ കുളത്തിനെ പറ്റി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ നീന്തിയൊക്കെ തന്നെ വേണ്ടേ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കിറ്റ് ബഗ് ചെയ്യാൻ നിൽക്കാം. എന്നാലാണ് നമ്മൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ നമ്മുടെ ആർഡിനോനെ പറ്റിയിട്ട് ആർഡിനോയിൽ വരുത്തുന്ന ചില നമ്മുടെ മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം. ആർഡിനോ എന്നല്ല, നമ്മുടെ ഈ 3 മൈക്രോ കൺട്രോളേഴ്സ്, ഇത് മൈക്രോ പ്രൊസസ്സറാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ കിറ്റിലില്ല. കുറച്ച് റേറ്റ് കൂടിയതാണ്. അവിടെ കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ എന്തായാലും ഈ 2 സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആർഡിനോനെ പറ്റി പഠിക്കാം. ഓക്കെ, നമ്മൾ റോബോട്ടിക്സ് ആണ്, ആർഡിനോനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ആർഡിനോയില് പവർ കൊടുക്കുമ്പല്ലേ നമ്മുടെ ഈ ഒരു DC ബാരൽ ജാക്കില്ലേ, ഈ DC ബാരൽ ജാക്ക് നമ്മുടെ 12 വോൾട്ട് കിട്ടുന്ന ഈ ഒരു ഐറ്റം. ഓക്കെ, ആ ഐറ്റത്തില് നമുക്ക് 7 മുതൽ 12 വോൾട്ട് വരെ കൊടുക്കാം. ഓക്കെ, 7 മുതൽ 12 വോൾട്ട് വരെയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യണുള്ളൂ. മീൻസ് അവർക്കത് അങ്ങനെ ആവണല്ലോ. മീൻസ് എന്തൊക്കെ ഞാൻ പറയാ, ഒരു സേഫ് ആയിട്ടുള്ള ബോർഡ് കത്തി പോകാതിരിക്കാനുള്ള ഒരു. ഓക്കെ, അപ്പോ അതാണ് അതിൽ കൊടുക്കുക. അതേപോലെ നമ്മുടെ ബോർഡിൽ നിങ്ങൾക്ക് തരുന്ന ബോർഡിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, അത് വേറെ ആളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ ഇപ്പൊ ബോർഡില് 2 വോൾട്ടേജ് പിന്നുണ്ട്. 5 വോൾട്ട്, 2 5 വോൾട്ടും ഒരു 3.3 വോൾട്ടും. നമ്മള് സർവോ മോട്ടർ കൊടുക്കുമ്പോൾ 3.3 വോൾട്ടിൽ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നോർമൽ സെൻസറൊക്കെ 5 വോൾട്ടിൽ നമുക്ക് കൊടുക്കാം. ഇത് ഓരോ സെൻസറിന്റെ പവർ റേറ്റിംഗ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഈ വിന്ന് പറഞ്ഞ പിന്നുണ്ട്, 2 ഗ്രൗണ്ട് പിന്ന്, 3 ഗ്രൗണ്ട് പിന്നും നമ്മുടെ ഉണ്ട്. അതേപോലെ വിന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. ഈ വിന്ന് പറയുന്ന പിന്നില് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാം. നമ്മൾ USB വഴിയാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ USB കൂടെ വരുന്ന കറണ്ട് തന്നെയാണ് ഈ വിന്റെ കൂടി വരിക. ഓക്കെ, അപ്പോ പവറിങ് അത്രേ ഉള്ളൂ. മാക്സിമം എല്ലാവരും കറക്റ്റ് പവർ കൊടുക്കാൻ നോക്കുക. ഓക്കെ, വിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 5 വോൾട്ട് ആണ് വിന് കൂടെ. ഓക്കെ, പിന്നെ മാക്സിമം എല്ലാവരും 12 വോൾട്ട് മാക്സിമം കൊടുത്താൽ മതി. 1 ആംപിയർ 12 വോൾട്ട് അല്ലെങ്കിൽ 1.5 ആംപിയർ 12 വോൾട്ട് ഒക്കെ. പിന്നെ പറഞ്ഞാൽ USB, ഈ USB-ന്റെ ഉള്ളിൽ കൂടെ 5 വോൾട്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, 5 വോൾട്ട് കൊടുത്താലാണ് അത് ഇതാവുള്ളൂ, അല്ലെങ്കിൽ കത്തി പോകും ഉറപ്പാണ്. ഓക്കെ, പിന്നെ നമ്മള് ഈ USB-ലേക്ക് ഓൾറെഡി നമ്മുടെ USB ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേറൊരു എക്സ്റ്റേണൽ പവർ കൊടുത്താൽ ആർഡിനോ ഫ്രൈ ആവും. ഓക്കെ, ഫ്രൈ ആവുന്ന പറഞ്ഞാൽ കത്തി പോകും ഉറപ്പാണ്. ഓക്കെ, ഇപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ സെൻസറുകളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ
നമ്മള് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിയാല് നമ്മുടെ സെൻസറുകളും കാര്യങ്ങളും കത്തിക്കുമ്പോൾ ഓക്കെ സെൻസറുകൾ പറയുമ്പോൾ നമ്മുടെ സെൻസറിൽ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രൗണ്ട് വി സി സി അല്ലെങ്കിൽ ഗ്രൗണ്ട് വി ജി വി എസ് സിഗ്നലാണ് സിഗ്നൽ നമ്മുടെ ആർഡിനോയ്ക്ക് ഇൻപുട്ട് എടുക്കാൻ പിന്നെയാണ് ഓക്കെ അപ്പം നമ്മുടെ ആർഡിനോയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും നോക്കി കുത്തുക അത്രയാണ് ആർഡിനെ പറ്റി പറയുള്ളൂ ഇനി ബാക്കി നമ്മുടെ IoT-നെ പറ്റിയിട്ട് ഇതെന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം നമ്മുടെ IoT യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് ESP8266 ഈ ഒരു മൊഡ്യൂളാണ് യൂസ് ചെയ്യുക ഇതൊരു വൈഫൈ മൊഡ്യൂളാണ് ഓക്കെ നമ്മുടെ വീട്ടിലിപ്പോ നമുക്ക് ഞാനിപ്പോ പെരിന്തൽമണ്ണയിലേക്ക് എനിക്ക് പാലക്കാട് പോയിട്ട് എന്റെ വീട്ടിലത്തെ ലൈറ്റ് ഓഫ് ആക്കണം ഓക്കെ പാലക്കാട് പോയിട്ട് ഓഫ് ആക്കല്ല പാലക്കാട് നിൽക്കുമ്പോൾ എന്റെ വീട്ടിലത്തെ ലൈറ്റ് ഓഫ് ആക്കണം അപ്പൊ നമുക്ക് ഈ മൊഡ്യൂൾ യൂസ് ചെയ്യാം ഓക്കെ ഈ മൊഡ്യൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2.4 GHz മീൻസ് 4G വൈഫൈസ് ആണ് ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ പിന്നെന്ന് പറഞ്ഞാല് ഇത് അത്യാവശ്യം റേഞ്ച് ഒക്കെ കിട്ടും ഓക്കെ നമ്മുടെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് റേഞ്ച് കിട്ടും പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ടില്ല നമുക്ക് കുറെ ഹാക്കിംഗ് ടൂൾസ് ഉണ്ടാകും പക്ഷെ അതൊന്നും നിങ്ങളെ പഠിപ്പിക്കില്ല ഓക്കെ അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് DM ആയിട്ട് അയച്ചോ നിങ്ങൾ ഹാക്കിംഗ് ടൂൾസ് പറഞ്ഞാൽ ഇല്ലീഗലാണ് അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല ഞങ്ങൾ പഠിപ്പിക്കൂല ഓക്കെ പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതില് കുറെ 5 വോൾട്ട് 3 വോൾട്ട് പിന്നും ഗ്രൗണ്ടും വരുന്നുണ്ട് ഓക്കെ 3 വോൾട്ട് പിന്നിൽ കൂടെ 3 വോൾട്ട് ഔട്ട്പുട്ട് ആണ് കിട്ടുള്ളൂ ഓക്കെ നമ്മൾ സെൻസറും കാര്യങ്ങളൊക്കെ പവർ ചെയ്യാൻ 3 വോൾട്ട് ഓക്കെ 3 വോൾട്ട് അത്ര അക്യുറേറ്റ് സെൻസർ വർക്ക് ചെയ്യില്ല കാരണം സെൻസറുകൾക്കൊക്കെ 5 വോൾട്ട് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് സെൻസർ കമ്പനികൾ റെക്കമെൻഡ് ചെയ്യണത് ഓക്കെ പിന്നെ ഗ്രൗണ്ടും കാര്യങ്ങളും കോമൺ അത് മൈൻഡാണ് പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5 വോൾട്ടിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വി ഇന്ന് പിന്നിക്ക് കണക്ട് ചെയ്താൽ മതി ഓക്കെ ചില സിറ്റുവേഷനിൽ വി ഇന്ന് പിന്നിൽ കൂടെ പവർ വരുന്നില്ല ഇതെന്താന്ന് അറിയില്ല പിന്നെ പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ ഇതിലും പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതിരിക്കാം പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാൻ നിന്ന കാര്യം ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഓക്കെ നമ്മളിതില് മോട്ടറും കാര്യങ്ങളും മീൻസ് മിനി മോട്ടറും കാര്യങ്ങളും ഇല്ലേ ഇതിൽ കണക്ട് ചെയ്ത ഉറപ്പാണ് ഇത് അടിച്ചു പോകും ഇത് ഈ ആർഡിനോ അടിച്ചു പോകും മീൻസ് ആർഡിനോ ഓവർലോഡ് ആയിട്ട് നമ്മുടെ IC-യിൽ ഒരു ഓട്ട വീഴും ഓക്കെ IC പുകയില്ലെന്നാണ് അർത്ഥം അതേപോലെ തന്നെ ഈ സാധനം കത്തിപ്പോയാൽ നമ്മൾ അറിയില്ല കാരണം അധികം കത്തി പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരു റെഗുലേറ്റർ ഉണ്ട് ഇതിലേക്ക് ഇപ്പൊ 5 വോൾട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ESP8266 മൊഡ്യൂൾ ഉണ്ട് ഈ ഒരു സ്റ്റീല് ആ സ്റ്റീലിന്റെ ഉള്ളിലാണ് ഇതിന്റെ സർക്യൂട്ട് മെയിൻ സർക്യൂട്ടും കാര്യങ്ങളും വരുന്നത് വൈഫൈയുടെ കാര്യങ്ങൾ ബാക്കിയൊക്കെ അതിന്റെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകളാണ് മീൻസ് നമ്മുടെ ഇതിലിപ്പോ ഒരു കണക്ഷൻ കൊടുത്തു ഒരു വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്താല് ഇതിലേക്ക് കറണ്ട് എത്തണമല്ലോ എന്നാലല്ലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ 3.3 വോൾട്ട് ആണ് ഈ ഒരു മെയിൻ IC സ്വീകരിക്കുള്ളൂ 5 വോൾട്ട് കൊടുത്താൽ കത്തിപ്പോ ഓക്കെ അപ്പൊ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ മൊഡ്യൂൾ ഓക്കെ അത് അത്രേ ഉള്ളൂ പിന്നെന്ന് പറഞ്ഞാല് ഇതും ഒരു LED വരുന്നുണ്ട് അത് ഓൺ ആയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീസെറ്റ് ബട്ടൺ വെക്കാനൊക്കെ LED ബ്ലിങ്ക് ആവും ഓക്കെ അപ്പൊ നമ്മള് ഇതില് 1 2 3 4 3 വോൾട്ട് പിന്ന് വരുന്നുണ്ട് ഓക്കെ അതിൽ വി എന്ന് പറയുന്ന പിന്നിൽ കൂടെ 5 വോൾട്ടും വരും നമ്മൾ ഈ ഇതിൽ കൊടുക്കുന്നതിനനുസരിച്ച് വരും 5 വോൾട്ട് ഇതിൽ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കത്തി പോകും ഉറപ്പാണ് നല്ലൊരു സംശയം വേണ്ട കത്തി പോകും ഓക്കെ ഞാൻ ഈ ആർഡിനോട് പറഞ്ഞ പോലെ ഇതിൽ എന്തായാലും കത്തി പോകും ഓക്കെ പിന്നെ അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സാധനം പരിചയപ്പെടുത്തി തരാണ് ഇതാണ് റാസ്ബെറി പൈ എന്ന് പറയും ഇതൊരു ചെറിയ കമ്പ്യൂട്ടറാണ് ഓക്കെ ഇതിപ്പോ ഒരു ക്രെഡിറ്റ് കാർഡ് സൈസേ ഉള്ളൂ ഓക്കെ അപ്പോ നമ്മുടെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് ഇല്ല ഒരു ലാപ്ടോപ്പ് ഡയറക്റ്റ് ചുരുക്കി ചെറുതാക്കിയത് ഓക്കെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ചുരുക്കി ചെറുതാക്കിയത് സിമ്പിൾ ആണ് ഓക്കെ ഇതിന് വലിയ പണിയൊന്നുമില്ലത് നമ്മളൊരു SD കാർഡ് യൂസ് ചെയ്യുക ബൂട്ട് ചെയ്യുക അത് പഴയ പോലെ യൂസ് ചെയ്യുക ഒരു കീബോർഡ് മൗസും കുത്തുക ഒരു മോണിറ്റർ കണക്ട് ചെയ്യുക ഞാൻ എന്തായാലും AI ക്ലാസ്സിൽ ഇതിനെ പറ്റി പറഞ്ഞുതരും ഓക്കെ AI ക്ലാസ്സിൽ നമുക്കിത് സെറ്റ് ആക്കാം നമ്മുടെ AI ക്ലാസ്സിൽ നിങ്ങളൊരു സാധനം പ്രിന്റ് ചെയ്യാനും പഠിക്കും ഓക്കെ അപ്പോ നമ്മുടെ ഇതില് അങ്ങനെ വോൾട്ടേജ് റെഗുലേഷൻസും കാര്യങ്ങളും ഇതിൽ അങ്ങനെ ആരും അങ്ങനെ കളിക്കല്ല മാക്സിമം എല്ലാവരും അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോ നമ്മുടെ റാസ്ബെറി പൈ അത്രേ ഉള്ളൂ ബാക്കി ഞാൻ നിങ്ങൾക്ക് AI ക്ലാസ്സിൽ പറഞ്ഞുതരും പിന്നെ നിങ്ങളുടെ ഞങ്ങൾ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവരും മാക്സിമം നിങ്ങളൊന്ന് റേറ്റ് ചെയ്യുക ഓക്കെ എങ്ങനെ ക്ലാസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ മാക്സിമം നമ്മുടെ യൂട്യൂബിൽ എന്തോ ബഗ് ഉണ്ട് നമ്മുടെ ക്ലാസ് ലൈവ് നമ്മളെ വെബ്സൈറ്റിൽ ലൈവ് പോലെ ഉണ്ട് അപ്പൊ നമുക്ക് മാക്സിമം കുറെ വ്യൂസ് കിട്ടലുണ്ട് എത്ര 50-55 വ്യൂസ് നമ്മളെ കുട്ടികളൊക്കെ കാണുന്നത് തോന്നുന്നു 55 വ്യൂസ് പക്ഷെ യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് ആ വ്യൂസ് അതിൽ കാണുന്നില്ല എന്തോ ചെറിയ ബഗ് ഉണ്ട് അപ്പോ അതില് കമന്റ്സും കാണാനില്ല കുട്ടികൾ പറയുന്നുണ്ട് കമന്റ്സ് ഇടുന്നുണ്ട് പക്ഷെ കമന്റ്സ് അതിൽ അങ്ങനെ കാണാനില്ല എന്താണെന്നറിയില്ല എന്തായാലും നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ ഓക്കെ
എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ആദ്യം കോമൺ മിസ്റ്റേക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് പോകും. മിക്കവാറും നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആർഡിനോ ഐഡി, നമ്മൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യണ ആർഡിനോ ഐഡിയും കാര്യങ്ങളും നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനാവും. ഓക്കെ, അപ്പോ നമ്മളെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ശരി, ബൈ.